എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ ഹാരിസ് താഹ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ചാനലിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. നമ്മുടെ ഇടവ വർക്കല ഭാഗങ്ങളിലെ മഹത് വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന സീരീസിന്റെ ഭാഗമായി അതിഥിയായി എത്തുന്നത് ഇടവയുടെ വർക്കലയുടെ എന്നല്ല, മലയാളത്തിന് തന്നെ അഭിമാനമായ ശ്രീ VR സുരേന്ദ്രനാണ്. മികച്ച നാടകകൃത്തായും സംവിധായകനായും അഭിനേതാവായും ഒക്കെ വേദിയിൽ നിറഞ്ഞാടുന്ന അദ്ദേഹം പ്രൊഫഷണൽ നാടകരംഗത്ത് ഇന്ന് അവിഭാജ്യ ഘടകമാണ്. 35 വർഷങ്ങൾ പിന്നിടുന്ന പ്രിയപ്പെട്ട സുരേന്ദ്രനന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. വ്യക്തിപരമായി എനിക്ക് ഏറെ സന്തോഷം പകരുന്ന വീഡിയോകളാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളും, ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ഓരോ വ്യക്തികളും നെഞ്ചുമായി അത്രയ്ക്ക് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് ഒരു പരാതി പറയുകയുണ്ടായി, എന്റെ എടുത്തില്ലല്ലോ എന്ന്. ആരെയും ഒഴിവാക്കിയിട്ടുള്ളതല്ല, ഓരോരുത്തരുടെയും അവൈലബിലിറ്റിയും എന്റെ സമയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് നിൽക്കുന്നത്. അപ്പോ ഓരോ വ്യക്തികളെയും എന്താണ് നമ്മുടെ മനസ്സിലുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ പരിചയപ്പെടുത്തുന്ന സീരീസ് തുടർന്നുകൊണ്ടിരിക്കും. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം രാത്രിക്ക് മുമ്പ്, മാക്സിമം രാത്രിക്ക് മുൻപ് നമ്മുടെ പുതിയ പുതിയ എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഈ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളുകളല്ല. ഭൂമി മലയാളത്തിൽ ഫുൾ അറിയപ്പെടേണ്ട വ്യക്തികളാണ്, ഓരോ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തികളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ VR സുരേന്ദ്രൻ. നമസ്കാരം. അപ്പോ നമ്മുടെ വളരെ അടുത്ത ഒരു സുഹൃത്ത് കൂടിയാണ്, സുഹൃത്ത് എന്നതിനപ്പുറം ഒരു ജ്യേഷ്ഠൻ തന്നെയാണ്. അപ്പൊ അണ്ണന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. അണ്ണാ, ഈ പ്രൊഫഷണൽ നാടകരംഗത്ത് എത്ര വർഷമായി? ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിൽ വന്നിട്ട് ഒരു 32-33 കൊല്ലമായി പ്രൊഫഷണൽ നാടകത്തിൽ വന്നിട്ട്. അമച്ചറിൽ ഞാനൊരു 7 വർഷം അമച്ചർ നാടകമായിരുന്നു. 39 വർഷത്തോളമായി ആവുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അമച്ചർ നാടകങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭാരതീയം, അത് ഭാരതീയൻ പ്രൊഫഷണൽ നാടകമാണ്. പ്രൊഫഷണൽ നാടകമായിരുന്നു ഭാരതീയൻ. അപ്പോ വളരെ വർഷം നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപാട് അമച്ചർ നാടക സമിതി. കാരണം നമ്മൾ ഈ വെൺകുളം എന്ന് പറയുന്ന നാടെന്ന് പറഞ്ഞാല് ഒരുപാട് അമച്ചർ നാടക സംഘങ്ങളുടെയും അമച്ചർ നാടക നടന്മാരുടെയൊക്കെ ഒരു സാങ്കേതികത്വമാണ് ഉള്ളത്. ഇപ്പൊ സിനിമാ സംവിധായകൻ രാജസേന സാർ പോലും ഇവിടെ വന്ന് നാടകത്തിൽ തബല വായിച്ചുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ ഇടവ ബഷീർ മാമയുടെ അനുസ്മരണത്തിന് വന്നിട്ട് അദ്ദേഹം തബല വായിച്ചതിന്റെ കാര്യവും നമ്മുടെ വെൺകുളം ബേബി ഗിരിജയ്ക്ക് പറ്റിയൊക്കെയുള്ള ഓർമ്മകൾ അദ്ദേഹം ആ വേദി അന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അപ്പൊ അത്തരമുള്ള ഒരുപാട് കലാകാരന്മാരുടെ ഒരു നാടാണ് വെൺകുളം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഈ ഞാനല്ല, ഞങ്ങളുടെ ഒത്തിരി നടന്മാരുണ്ട്, നാടക നടന്മാരുണ്ട്. പ്രൊഫഷണൽ നാടകത്തിൽ ഇപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ. ഞാൻ എൻ്റെ ഒരു ഗുരുതുല്യനായ വെൺകുളം ദിവാരൻ ചേട്ടൻ, വെൺകുളം ബാലൻ, പിന്നെ അന്തരിച്ചു നമ്മുടെ പ്രിയ സുഹൃത്ത് ബിസ്മിയൊക്കെ എൻ്റെ ബിസ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കണമെന്ന്. പക്ഷെ അതാണ് അച്ഛൻ്റെ പാപ്പാണ് നാടകത്തിൽ ബിസ്മി അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ആയിരുന്നു നാടകം. നാടകമായിരുന്നു. അതെ. ഇപ്പൊ ഞാൻ നമ്മുടെ ഈ സ്കൂളിലൊക്കെയാണ് LVP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 1 മുതൽ 7ാം ക്ലാസ് LVP സ്കൂളിലായിരുന്നു. അപ്പൊ അന്ന് അവിടെ അന്ന് ഈ വെള്ളിയാഴ്ച അവസാനത്തെ പീരീഡ് കലാപരിപാടി പറയും, അങ്ങനെ നമ്മൾ നാടകം അഭിനയിക്കുമായിരുന്നു. ഒന്നുകൂടെ പറയട്ടെ, ആ സമയത്ത് അതായിരുന്നു നമ്മുടെ തുടക്കം. പിന്നെ അതിന് ശേഷം ഞാൻ വെൺകുളം താമസിക്കുമ്പോൾ നമ്മൾ ഈ കാട്ടുംപുറത്ത് ഒരു ക്ലബ്ബ് തുടങ്ങി. ഈ ശ്രീകൃഷ്ണ ആർട്സ് ക്ലബ്ബായിരുന്നു. അപ്പോൾ അതിന് നമ്മളൊരു അമച്ചർ നാടകം എടുത്തിട്ടുണ്ട്. ഒരു നാടകത്തിൻ്റെ പേര് മനസാക്ഷി നാടകവും പിന്നെ ഒരു നിതിർ ഹംസ എഴുതിയ ഒരു നാടകമാണ് എടുത്തത്. അപ്പോൾ നടന്മാരൊക്കെ നമ്മളെ നാട്ടിലുള്ളവർ തന്നെ. പക്ഷെ അതിൽ ഈ നടിമാർ നമ്മളെ ബന്ധുക്കളായിട്ട് പെൺകുട്ടികളായിരുന്നു അഭിനയിച്ചത്, ആ നാടകത്തിൽ അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ ഈ നാടകം എടുത്തപ്പോൾ ഇത് നമ്മളെ മുതിർന്ന ആൾക്കാർ, നമ്മളെ നിയന്ത്രിക്കാൻ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് സംവിധാനം ചെയ്യാൻ വേറെ ആളെ വിളിക്കാൻ. അങ്ങനെയാണ് ഈ നാടക സംവിധായകനായിട്ട് വരുന്നത് വെൺകുളത്തിൻ്റെ അമച്ചർ നാടകത്തിൻ്റെ കുലപതി എന്ന് ഞാൻ വിശ്വസിക്കുന്ന വെൺകുളം ശിവൻപിള്ള എന്ന കീർത്തി ശിവേണ്ണൻ. ശിവൻപിള്ള ആണാണ് നാടകം സംവിധാനം ചെയ്തത്. അപ്പോൾ ആ നാടക സംവിധാനത്തിന് ശേഷമാണ് ഒക്കെ കഴിഞ്ഞപ്പം വിവേകാനന്ദ നമ്മുടെ വെൺകുളത്തെ ഏറ്റവും വലിയ ക്ലബ്ബായ
നിങ്ങൾ വിവേകാനന്ദയിലേക്ക് എൻ്റെ ഒരു ഈ ചേക്കേറൽ അങ്ങനെയായിരുന്നു എൻട്രി. കാരണം അന്ന് നാടകമായിട്ട് ബന്ധപ്പെട്ട വിവേകാനന്ദയുടെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാനാണ് വിജയപ്രദൻ. ചേട്ടൻ മരിച്ചുപോയി. നാടക നടനും ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം വിവേകാനന്ദയ്ക്ക് വേണ്ടി ഒരു സംസാരമില്ലാത്ത നാടകമുണ്ട് പുള്ളിയുടെ മനസ്സിൽ. സംസാരമില്ല, മൈം നാടകം. അപ്പൊ അതിന് അദ്ദേഹം എൻ്റെ ഒരു താല്പര്യം, എന്നോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം എന്നെ വിവേകാനന്ദയിലേക്ക് കൊണ്ട് നടുകയാണ് സത്യത്തിൽ. അതാണ് നമ്മുടെ ഒരു ടേണിംഗ്, അതാണ് നമ്മുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ഞാനും സുല്ലിയും ശാശിനാഥാമ്പിളയും ഗോപനും വിജയകുമാറും ഒക്കെ സുഹൃത്തു കൂടിയാണ് ഈ നാടകം നമ്മളിങ്ങനെ സംസാരമില്ല. പല മക്കളെല്ലാം അന്നത്തെ ടൂട്ടൂർ പാലൽ കോളേജിൽ എല്ലാത്തിനും ഈ നാടകമുണ്ട്. ഈ നാടകത്തിന്റെ പേരിന്റെ രസമാണ്, കുതിരവട്ടത്തൊരു പ്രതിമ എന്നായിരുന്നു ഈ നാടകത്തിന്റെ പേര്. അപ്പൊ എല്ലാം അങ്ങനെ അടിക്കുമായിരുന്നു. കോമഡിയാണ്, കഥാപാത്രം സംസാരിക്കുന്നില്ല. ആദ്യം ഏറ്റവും വേഷം ചെയ്ത സുല്ലാണ്, ചെങ്കട്ടിൽ സുല്ലാണ് ഏറ്റവും മെയിൻ വേഷം ചെയ്തതാണ്. അപ്പൊ സുല്ല് എന്ന് പറഞ്ഞാൽ കാളിദാസ കലാന്തരത്തിലൊക്കെ അഭിനയിച്ച നടനാണ് ശേഷം. അതൊക്കെ നമുക്ക് പിന്നാലെ പറയാം. അപ്പൊ പിന്നെ ആലോചിച്ചപ്പം ചോദിച്ചു, നമുക്കൊന്നുകൊണ്ട് സംസാരിച്ചൂടാ, പെൺകുളത്തെ നാടകം സംസാരിച്ചൂടാ. അങ്ങനെയാണ് ഞാനൊരു നാടകം എഴുതിയത് വിവേകാനന്ദയ്ക്ക് വേണ്ടി, പെൺകുളം ശ്രീ വിവേകാനന്ദയ്ക്ക് വേണ്ടി. നാടകമാണ് അത് വർഷം ഓർമ്മയില്ല എനിക്ക്. ആ നാടകത്തിന്റെ പേര് വളരെ രസകരമാണ്. മിസ്റ്റർ കാലൻ IPS എന്നായിരുന്നു നാടകത്തിന്. അപ്പൊ ആ നാടകം സംവിധായകനായി വന്നത് നമ്മുടെയൊക്കെ ഇടവ പഞ്ചായത്ത് അഭിമാനമായ നാടകം നടനും അധ്യാപകനൊക്കെ ആയിരുന്ന TK ഗോൾഡ് സാറാണ് നാടകത്തിന്റെ സംവിധാനം. അപ്പൊ ആ നാടകം ഞാൻ ബാലൻ, സുല്ല്, രായണൻ, അപ്പൊ അതിൽ ആ കാലൻ എന്ന ഒരു കഥാപാത്രമാണ് മെയിൻ വേഷം. അപ്പൊ അത് ചെയ്യാൻ ആളില്ല. അപ്പൊ അന്ന് ഒരു പട്ടാളത്തിൽ നിന്ന് വന്ന ഒരു അണ്ണനുണ്ട്, മുരളിയണ്ണൻ, വളരെ കഷണ്ടി തലയും ബോംബ ബീശൊക്കെ വെച്ചാണ്. അപ്പൊ ഇവർ കാലിനാക്കിക്കൂടാ. അങ്ങനെയാണ് പട്ടാള മുരളിയണ്ണൻ കാലിനായിരുന്നു നാടകത്തെ അഭിനയിക്കുന്നതാണ്. ഇന്ന് മരിച്ചുപോയി, ഒരു വർഷം കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഓർമ്മ സൈസുള്ള ആള്, കാലക്കത്ത് ആവശ്യമുള്ള ആളായിരുന്നു അണ്ണന്. അപ്പം അതിനുശേഷം നമ്മൾ വിവേകാനന്ദയ്ക്ക് എടുത്ത നാടകങ്ങൾ പിന്നെ എടുത്തത് ഹസ്തനപുരം പഞ്ചായത്ത് എന്ന് പറയുന്ന നാടകം, കാരണവർ എന്ന നാടകം എടുത്തു, അമച്ചർ നാടകം. അപ്പൊ അതിന്റെ ഒരു ബദലല്ല, ഒരു സഹോദര സ്ഥാപനം പോലെയാണ് ബംഗളൂർ കുരുവളയിലൊരു സമിതി ഉണ്ടായിരുന്നു, ബംഗളൂർ യുവസാരഥി എന്ന് പറഞ്ഞു. യുവസാരഥി സത്യത്തില് അപ്പൊ എൻ്റെ ഒരു പ്രൊഫഷണൽ നാടകത്തിന്റെ ഒക്കെ ഒരു പ്രധാന ഘടകം ഈ യുവസാരഥിയാണ്. കാരണം അത് എൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു ആ നാടകം. അമച്ചർ നാടകങ്ങളുടെ അരങ്ങിന്റെ ഒരു കൗതുകം, പ്രൊഫഷണൽ നാടകത്തോടൊപ്പം തന്നെ അമച്ചർ നാടകങ്ങൾ അവതരിപ്പിക്കാമെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു വേദിയാണ് ഈ ബംഗളൂർ യുവസാരഥി എന്ന് പറഞ്ഞാൽ. അന്ന് ബംഗളൂർ നമ്മൾ കുറച്ച് അനിയന്മാരുടെ സമിതിയായിരുന്നു. അപ്പൊ അതിനകത്ത് ഒത്തിരി നാടകങ്ങളുണ്ട്. അതിനകത്ത് ഈ അഭയാർത്ഥികൾ, ആയില്യം വീട്ടിലെ ആനക്കാരൻ, പിന്നെ അവതാരകൻ നാടകങ്ങളൊക്കെ വളരെ അന്നത്തെ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് മുമ്പ് ഈ നാടകം അവതരിപ്പിക്കും. 1 മണിക്കൂറുള്ള ഈ നാടകം അതേ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ പ്രൊഫഷണൽ നടികടന്മാർ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ അമച്ചർ നാടകങ്ങൾ ചെയ്യാൻ പറ്റും. അമച്ചർ നാടകം അല്ല, ഈ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം മ്യൂസിക്, സെറ്റ്, ലൈറ്റ് ഒക്കെ അതുപോലെ തന്നെയാണ് നാടകം അവതരിപ്പിച്ചത്. ഞാൻ സ്കൂൾ നാടകങ്ങളിൽ വന്ന വ്യക്തിയാണല്ലോ. അത്യാവശ്യം ഞാൻ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്കൂൾ തലങ്ങളിലും സബ് ജില്ലയിലൊക്കെ നാടകം എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്റെ നാടകങ്ങൾക്ക് മ്യൂസിക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാസറ്റാണ്. 98, 99 കാലഘട്ടം. അന്ന് എന്റെ അടുത്ത് വന്നൊരു കാസറ്റും ടേപ്പ് റെക്കോർഡറും കൊണ്ടുവന്ന മ്യൂസിക് റെക്കോർഡ് ചെയ്തത്. കാരണം അന്ന് നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് ഈ കവിതാ സൗണ്ട്സ് അന്ന് പ്രസന്നനാണ്. ബന്ധപ്പെടുത്ത മാനേജർ ഉണ്ണിയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈറ്റിനായാലും ഈ സൗണ്ട്സ് സഹായിക്കുന്നതൊക്കെ ഏറ്റവുമാണ്. പിന്നെ ഈ അമച്ചർ നാടക സംഘത്തിൽ നമുക്ക് ഏറ്റവും സഹായിച്ച വേറെ വ്യക്തിയുണ്ട്, ഈ കർണലക്കോട്ടത്തെ കൃഷികേശൻ എന്ന് പറയും. അദ്ദേഹത്തിന് അന്നൊരു സമിതി ഉണ്ടായിരുന്നു, കൊല്ലം മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഫഷണൽ നാടകത്തിൽ പരിചയമുള്ളത് കൊണ്ട് ഈ ഞങ്ങൾക്ക് സാങ്കേതിക സഹായിക്കാൻ പുള്ളി വരുമായിരുന്നു. അപ്പൊ മ്യൂസിക്കൊക്കെ ഞങ്ങൾക്ക് റെക്കോർഡ് തരുന്നത് പുള്ളിയാണ്. അതിൽ പുള്ളി ഭയങ്കര ബ്രില്യൻ്റ് ആണ്, അത് ചെയ്തു തരാനുള്ള ഒരു മനസ്സ് പുള്ളിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ അമച്ചർ നാടകം കഴിഞ്ഞ ശേഷം ഞാൻ 1 വർഷം ഫിലിം സ്റ്റഡി പഠിച്ചിട്ടുണ്ട്. സെന്റർ ഫോർ ഫിലിം സ്റ്റഡീസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിനകത്ത് പ്രിൻസിപ്പള് നമ്മളെ പ്രസിദ്ധ നടൻ ജഗസുകുമാർ ചേട്ടന്റെ അച്ഛനായ ജഗദീൻ കെ ആചാര്യ സാറാണ്. അതാണ് പ്രിൻസിപ്പൾ. അപ്പൊ അന്ന് അവിടെ പഠിപ്പിക്കാൻ വന്നത് പ്രസിദ്ധ സംവിധായകൻ പരമനാഥൻ സാറ്, കെ ജി ജോർജ് സാറ്, ഇപ്പോഴത്തെ സീരിയസ് സംവിധായകൻ ഹാരിസൺ സാറ്. ഇതൊക്കെ ഞങ്ങൾ അന്നത്തെ 1 വർഷ കോഴ്സാണ്.
അപ്പോൾ അവിടെ ഞാൻ ആക്ടിങ് ആയിരുന്നു. ഞാൻ ആക്ടിങ്ങിന് എനിക്ക് 2ാം റാങ്ക് ആയിരുന്നു ആക്ടിങ്ങിന്. അവരൊത്തിരി പേരുണ്ട്. പിന്നെ ഇത് സിനിമയിലേക്ക് പോകാനുള്ളൊരു അറിയാമല്ലോ, സിനിമ എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ വേണം, ഇല്ലെങ്കിൽ അതിനൊരു ഗുരു വേണം, അല്ലെങ്കിൽ പൊക്കിയെടുക്കാൻ ഒരാൾ വേണം. അപ്പൊ അതില്ലാത്ത ഒരു സാധാരണക്കാരനായി ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ അരങ്ങാണ്, എൻ്റെ നാടകം, എൻ്റെ അരങ്ങ്. അങ്ങനെ ഞാൻ അരങ്ങിലേക്ക് പോകാൻ കാര്യം. അപ്പൊ അരങ്ങിലേക്ക് എനിക്ക് വലിയ ആഗ്രഹം പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കണം എന്നായിരുന്നു. അഭിനയിക്കണം. അപ്പൊ പല സ്ഥലത്ത് ഞാൻ ഈ ചാൻസ് ചോദിച്ച് പോയിട്ടുണ്ട്. കേരളത്തിലെ ഒരു നമ്പർ 1 സമിതിയിലേക്ക് ഞാൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്. കിട്ടില്ല, പുള്ളി ഞാൻ അന്ന് സൈസില്ല, ഒരു SIയുടെ വേഷമാണ്. അപ്പൊ അവർ സംഘടന എനിക്ക് 6 അടി പൊക്കം വേണം, അപ്പൊ വേണ്ട എന്ന് പറഞ്ഞു. അതെന്നെ പറഞ്ഞയച്ചത് തന്നെ ഇപ്പോഴത്തെ സംവിധാനം ബസ് നിശ്ചയിച്ചിട്ടാണ് അന്ന് പറഞ്ഞയച്ചത്. അതൊക്കെ നമ്മൾ രസകര കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർക്കലയിൽ ഒരു സമിതി തുടങ്ങുന്നത്. അപ്പൊ എൻ്റെ ആഗ്രഹം വർക്കല സമിതി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും വർക്കലയോട് അടുത്ത് നിൽക്കുന്ന വെങ്കുളത്തെ കലാകാരന്മാരെ പരിഗണിക്കുമെന്നാണ് എനിക്കുണ്ടായിരുന്നു. വർക്കല ഷിറാസിക്കാണ്, ഷിറാസിക്ക ബാലുവണ്ണൻ നമ്മൾ വിളിക്കുന്നത്, നമ്മളെ പ്രിയപ്പെട്ട ബാലുവണ്ണനാണ് എൻ്റെ മാനേജർ. അപ്പം എനിക്ക് ചാൻസ് ഇല്ല. അപ്പൊ ഒരു ദിവസം എൻ്റെ പ്രിയ കൂട്ടുകാരൻ അജിത്ത് വന്ന് പറഞ്ഞു, സുരേന്ദ്ര എടാ പിന്നെ വർക്കല സമിതി തുടങ്ങുകയാണ്, അജിത്ത് കരണക്കോട് എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. രാമശേ നമ്മ കൂടെ പോകാറുന്നല്ലോ. അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ അജിത്ത് എന്നോടൊന്ന് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ പോ അഭിനയിക്കാൻ. ഞാനത് ബാലുവണ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷം. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അത് നമ്മൾ ജനതാമുക്കിന്റെ താഴെ ഇപ്പൊ വീടൊക്കെ ആ പറമ്പിലായിരുന്നു, വലിയ ഓല കൊണ്ട് വലിയ സ്റ്റേജൊക്കെ കെട്ടി അവിടെ റിഹേഴ്സലൊക്കെയാണ്. ചെന്നിപ്പം സംവിധായകൻ എന്ന് പറയുന്നത് ഇന്നത്തെയൊക്കെ സംവിധാനത്ത് പുലിയായ വക്കം ഷക്കീർ സാറാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കാണുകയാണ്, പുള്ളിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പേടിച്ച് കസലിരുന്നു. അപ്പൊ ഞാനുണ്ട് അഭിനയിക്കാൻ, നമ്മളെ മാന്ത്രത്തെ ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞ ചാർലി ഉണ്ട്, ഈ ബാലചേട്ടനുണ്ട്, 3-4 നടിയന്മാരൊക്കെ ഉണ്ട്. ഒക്കെ ഇരുന്നപ്പോൾ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. ആദ്യം അഭിനയിക്കണം, ഞാൻ അഭിനയിക്കണം സ്റ്റേജിൽ, എൻ്റെ കഥാപാത്രമാണ് കയറി വരേണ്ട. അത് എങ്ങനെയെങ്കിലൊക്കെ ചെയ്തു. സാറിന് ഇഷ്ടം പോലെയൊക്കെ അഭിനയിച്ചു. നാടകം കുറച്ച് കളിച്ചോളൂ, നല്ല നാടകമായിരുന്നു. ഇത് പറയാൻ കാര്യം, ആ നാടകം എഴുതിയത് അന്തരിച്ചുപോയ പെരുമൺ മോഹനന്റെ ചേട്ടനാണ്. മോഹനന്റെ ചേട്ടൻ അതിന്റെ സംഗീതത്തിന്റെ അദ്ദേഹത്തെ പലർക്കും അറിയാം. നാനയ്ക്കകത്ത് ഒരു പങ്ക്തി ഉണ്ട് സ്ഥിരമായിട്ട് എഴുതിയ നാന ഗ്യാലപ്പോൾ അവാർഡൊക്കെ പുള്ളിയാണ് കൊണ്ടുവന്നത്. നാന ഗ്യാലപ്പോൾ ഉണ്ടായിരുന്നു നാടകത്തിനന്ന്. പുള്ളി ഉണ്ടായിരുന്നപ്പോ ഒരു വർഷം നാടകക്കാർക്ക് ഗ്യാലപ്പോൾ അവാർഡ് കൊടുക്കുന്ന സമ്പ്രദായം പുള്ളി തുടങ്ങി വെച്ചത്. അടുത്തൊരു സുഹൃത്തു കൂടിയായിരുന്നു എന്നെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടൻ പറയുമായിരുന്നു. എന്നൊക്കെ പറഞ്ഞൊക്കെ നിന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു ഫോൺ കോൾ വരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം നമ്മുടെ പെരുമാളുണ്ട്. മിക്കവാറും അത് ബാങ്കിലല്ലായിരുന്നു പെരുമാൾ. അപ്പൊ പെരുമാളുണ്ടെങ്കിൽ ഇദ്ദേഹം കൂടെ പെരുമാൾ മോഹൻചേട്ടൻ കൂടെ ഒന്നിച്ചാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കൂടി മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. അപ്പൊ അങ്ങനെ നാടകം ചെയ്തു. കുറച്ച് നാടകം കളിച്ചപ്പോ ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് നാടകം സമിതി മുടങ്ങിപ്പോയി. കാരണം അന്ന് പാലിച്ചോടത്ത് പൈസ ചെലവാക്കിയതാണ്. പിന്നെ ആറ്റിങ്ങൽ സ്വാമി സാര എന്ന് പറയുന്നത് പ്രശ്ന നാടക സമിതി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ബീട്ട് റൂം തുടങ്ങിയാണ്. അദ്ദേഹം സൗമ്യകല്ല സമിതിയുടെ പേര്. അപ്പം അവർ കളിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ, തിരുവനന്തപുരം അശ്വതി എന്ന തീരത്ത് കുഞ്ചൻ നമ്പ്യാർ നാടകമുണ്ട്. അതിന് ശേഷം എടുത്തൊരു നാടകമാണ്, പേരാണ് ആരൂഢം എന്നാണെന്ന് തോന്നുന്നു. അപ്പൊ ആ ആരൂഢ നാടകം പേര് മാറ്റി കളിക്കാനാണ് പോകുന്നത്. അപ്പൊ അന്ന് ഈ ആരൂഢ നാടകം സംവിധാന രചനയും ഫ്രാൻസിസ് ടി മാളിക സാറായിരുന്നു. അപ്പൊ ഈ നാടകം എടുക്കുന്നു. അപ്പൊ എനിക്കൊരു വേദനയും വിളിച്ച് അഭിനയിക്കാൻ ചെന്നപ്പോൾ വീണ്ടും ഞാൻ ചെല്ലുന്നത് ഒരു വലിയൊരു പുലിമടയിലേക്കാണ്. കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ എത്തുന്നത് വട്ടപ്പറമ്പിൽ പീതാംബര മാഷ്, എന്റെ ഫേവറേറ്റ് ഒരു അധ്യാപകനാണ്. പിന്നെ അന്തരിച്ച പ്രശസ്ത പാട്ടെടുത്തുകാരൻ വെള്ളനാട് നാരായണ സാർ, പിന്നെ മറ്റൊരു മാമനെ നോക്കുക എപ്പോഴും ഞാൻ പേര് ഓർത്ത് പറഞ്ഞിരിക്കും, അദ്ദേഹമൊക്കെയാണ് അഭിനയിക്കുന്നത്. അമ്പിളി അമ്മാവൻ എന്നാണ് നാടകത്തിന്റെ പേര്. അതും കുറച്ച് നാടേ കളിച്ചുള്ളൂ. അതിന് ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവരോടൊപ്പം നിന്ന് എനിക്ക് ഒരരെങ്കിൽ നിന്ന് പരസ്പരം ഡയലോഗ് പറയാൻ പറ്റി എന്നുള്ളത് ഭയങ്കര മുഖാമുഖം പറയാൻ പീതാംബര മാഷിനോടും വെള്ളനാട് നാരായണ സാറിനോടും ഒക്കെ പറയാനുള്ളൊരു അവസരം ഉണ്ടായി. പിന്നെ വിചാരിച്ച നാടകം കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം വർക്കല അപചാരിതമായിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി വക്കം ഷക്കീർ സാർ താമസിക്കുന്നത് നമ്മുടെ സൈന തീർന്നല്ല സൈന ലോഡ്ജിലാണ്. അപ്പൊ എനിക്കത് അറിയാം. അപ്പൊ ഞാനങ്ങനെ ദിവസം എന്താ വരട്ടെന്ന് പറഞ്ഞു സൈക്കിൾ ചവിട്ടി വർക്കല പോയായിരുന്നു.
എന്തായാലും സാറിനെ ഒന്ന് കണ്ടളെ. ഭാരതീയ സംവിധാനം സാറാണല്ലോ, അതിപ്പോൾ സാറുണ്ട്. സാറേ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സമിതി അഭിനയിക്കുന്നത് ഒരു വേഷം അഭിജാ സാറേ എന്ന് പറയും. ശരിടാ വയ്ക്കും എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് ദിവസം മറക്കില്ല, എൻ്റെ അനിയൻ്റെ വിവാഹ ദിവസം. വെള്ളപ്പാറം സൽസോൺസിലെ സലിമണ്ണൻ സ്കൂട്ടർ ഓടിച്ച് അവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയി. സുരേൻ തന്നെ അത്യാവശ്യമായിട്ട് ഷക്കീർ സാറിന് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ സലിമണ്ണൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു വഴികത്തെ സലിമണ്ണനായിരുന്നു. ഞാൻ കണ്ടുള്ള ആരാധന തുടങ്ങിയാണ്, തിരുവനന്തപുരം ആരാധന. ഞാൻ അറിഞ്ഞിട്ട് അന്നം വിട്ടു. ആരാധന എത്രയോ ഹിറ്റ് നാടകങ്ങളുടെ ഇറക്കിയ സമിതി, അത്തമ്പത്തിന് പൊന്നോടം, ആശംസകൾ, എത്രയോ നടന്മാരെ സമിതി. എൻ്റെ ഭാഗ്യം തെളിഞ്ഞു മനസ്സിൽ കരുതി. ഞാൻ റിഹേഴ്സൽ തന്നു ആരാധനയിൽ ശ്രീകാര്യത്തിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ വെങ്കുളത്ത് നാടകം കളിച്ച എൻ്റെ പ്രിയ കൂട്ടുകാർ വെഞ്ഞാറോട് ഹരിയും ഞാനും കൂടി അതിലാണ് പോഷനാടത്തിലേക്ക് വരുന്നത്. നാടകത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഏത് നാടകത്തിനാണ്? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കായംകുളം ശബരിയുടെ നാടകത്തിനാണ്, ഓമൽ കിനാവ്. എന്തായിരുന്നു അതിന്റെ തീം? എന്തായിരുന്നു? അതൊരു പ്രവാസിയുടെ കഥയാണ്. പണവും സമ്പാദിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്ന പ്രവാസി യാത്ര ഉപേക്ഷിച്ച് നാട്ടിൽ വരുമ്പോൾ ഭാര്യയും മക്കളും അയ്യോട് കാണിക്കുന്ന ആ വിവേചനങ്ങളൊക്കെ ആയിരുന്നു ആ നാടകത്തിൽ കാണിച്ചത്. അത് അബക്കം ഷക്കീർ സാറ് പിന്നെ നാടകം ആദ്യം സമ്മാനിച്ചത് ആ നാടകമാണ്. അതിനൊരു രസകര കഥയാണ്. ഞാൻ കോട്ടയത്തൊരു നാടകം വേണ്ടിയിട്ട് വന്നപ്പോൾ ഷക്കീർ സാർ ചോദിച്ചു, നീ ഇവിടെ നിൽക്കുന്നു, യാത്രയിലാണ്, നീ കായംകുളത്ത് ഇറങ്ങാൻ പറഞ്ഞു. കായംകുളത്ത് ആ സ്ഥലത്തിന് പേര് ഞാൻ മറന്നുപോയി, ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ എന്നോടൊന്നും പറഞ്ഞില്ല, ശബരിക്ക് നാടകം എഴുതണം. ഞാൻ അന്തം വിട്ടുപോയി. സാറേ അന്ന് ഞാൻ ഇത്രയും നാട് എഴുതാത്ത ഒരാളാണ്, സാറിനെ മനസ്സിൽ കഥയൊന്നുമില്ല, ആലോചിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞു, സാർ പ്രവാസം എഴുതാൻ പറഞ്ഞു. ഞങ്ങളുടെ 6 ദിവസം കൊണ്ട് എഴുതി തീർന്ന നാടകമാണ് ഓമൽ കിനാവ്. അതിൽ പിന്നെ ഞാനും ഷക്കീർ സാറിന് ഒത്തിരി നാടകം ചെയ്തു, ഒത്തിരി നല്ല നാടകങ്ങൾ. സാറിൻ്റെ അനുഗ്രഹവും പിന്തുണയും പ്രോത്സാഹനവും ഒത്തിരി നാടകങ്ങൾ. പിന്നെ ഈ കൊല്ലം വിശ്വഭാവനയ്ക്ക് വേണ്ടി നമ്മൾ കളിക്കൂട്ടം, ഹൃദയപൂർവ്വം സ്നേഹിതൻ, അങ്ങനെ ഒത്തിരി നാടകങ്ങൾ ഞാനും സാറും നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. ഒക്കെ നല്ല നാടകങ്ങളായിരുന്നു. ഇപ്പോഴും അവതരിപ്പിച്ചാലും പ്രേക്ഷകർ സ്വീകരിക്കുന്ന നാടകങ്ങളാണ് എല്ലാം കൊണ്ട് ആ നാടകങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ കുറെ കൂടി അടുത്ത് കാണുന്നു, ഇടവയിൽ നിന്ന് ദക്ഷിണിൽ നിന്ന് തിരുവനന്തപുരം ചെണ്ടമേളമൊക്കെ ആയിട്ട് ആനയിച്ചു കൊണ്ടുവരുന്ന ഘോഷയാത്രയുടെ പെട്ടെന്ന് സൈക്കിൾ വെച്ചിട്ട് ഞാൻ വിട്ടുവിട്ട് ഓടി ഘോഷയാത്ര സൈക്കിൾ വെച്ചിട്ട് അന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം പൊന്നാടയൊക്കെ ഇട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരും. വളരെ നാണത്തോടെ വന്നത്, വേണ്ടായിരുന്നു തോന്നിയ ഒരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അതൊക്കെ വേണമെന്നതാണല്ലോ. പലരും പറഞ്ഞിട്ടുണ്ട് നാടകത്തിൽ. നമ്മുടെ പുതുതലമുറ പലയിടത്തും ചോദിച്ചപ്പോ ഇൻസ്പിറേഷൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരുപാട്. അപ്പോ ഞാന് നമ്മുടെ ഈ സീരീസിന്റെ ഫസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ മുൻഗാമികളായ ആളുകൾ വഴി കിടക്കുന്ന മുള്ളും കല്ലും കുപ്പിച്ചിലെല്ലാം ചവിട്ടിക്കൊണ്ട് പോയത് കൊണ്ടാണ് നമുക്ക് സ്മൂത്തായിട്ട് നടന്നു വരാൻ സാധിച്ചത്. അപ്പോ ദുരന്തങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ചവിട്ടിക്കൊണ്ട് പോയ കല്ലും മുള്ളും ഒക്കെയാണ് ഈ പിൽക്കാലത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ സ്റ്റേജിലേക്ക് എത്തുമ്പോ മേഖല വേറെയാണെങ്കിൽ ഹാരിത്താഗയുടെ മേഖല വലുതാണ്. ഹാരിത്താഗ് നമ്മളെ കൂടെ വലിയ പുള്ളിയാണ്, അത് വേറെ കാര്യം. അത് നമ്മളൊക്കെ ഇതൊക്കെ വേറെ റെക്കോർഡ് കിട്ടുന്ന ഞാൻ അന്തം മുട്ടുക ഒരാളാണ്, അന്തം മുട്ടുക മനുഷ്യനാണ്. അത് നമ്മുടെ ഇടവക്കാരനാണ്. നമ്മളെ പറയും അനിയന് ഇങ്ങനെ ഒരു പദവി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് കൊച്ചാറ്റല്ല കടന്ന ഭയങ്കര ഉയരത്തിൽ നമ്മൾ കാണും. 2000 ഒരു പത്രവാർത്ത വായിക്കുകയാണ്. കുണ്ടറ ഒരു ഹോട്ടലിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ നിന്ന് മേശപ്പുറത്ത് കിടന്ന ഒരു പത്രം എടുത്ത് വായിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലോക റെക്കോർഡ് കിട്ടി. അങ്ങനെ പുള്ളിയുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്ന് മനസ്സിൽ കുറിച്ചിട്ടു, എനിക്ക് വേണം ഒരു വേൾഡ് റെക്കോർഡ്. 2000 എക്കാലത്തെ ഈ മഹാനായ വ്യക്തി ശ്രീ APJ പറഞ്ഞതുപോലെ, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്താണ് സ്വപ്നം എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ കാരണം 16 കത്തുകൾ ഞാൻ ആ വ്യക്തിക്ക് എഴുതി. ഉദാഹരണത്തിന് വർക്കല ഇടവ സ്വദേശിയായ VR സുരേന്ദ്രന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇതായിരിക്കും പത്രത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ എഴുതുന്നത് ശ്രീ VR സുരേന്ദ്രൻ, വെങ്കുളം, വർക്കല, ബ്രാക്കറ്റിന് സ്റ്റേറ്റ് അവാർഡ് വിന്നർ. അപ്പൊ എന്താ ഈ കത്ത് അദ്ദേഹത്തിന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. 16 കത്തിനും ഒരു മറുപടി പോലും വന്നിട്ടില്ല. അദ്ദേഹത്തിന് കിട്ടാത്തതാണോ മറുപടി തരാത്തതാണോ അറിയില്ല. പക്ഷെ അതിന്റെ പേരിൽ കിടന്ന് ഒരുപാട് ഓടി, ഒരുപാട് അലഞ്ഞു. ഒടുവിൽ 2017 ഫെബ്രുവരി മാസം 7-ാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ആ ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ എന്ന് വേണ്ടുന്ന ഒരു റെക്കോർഡ് കയ്യിലേക്ക് വാങ്ങുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് അതെ ഇത് മാത്രമല്ല, ഹരിസയും
മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുന്നു, അവരെ ഉൾപ്പെടുത്തി ഈ മാജിക് കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വരുന്നു. അതൊക്കെ ഞാൻ ഇത് കൗതുകത്തോടെ കാണുന്ന ആളാണ്. അയ്യോ അങ്ങനെ ആകട്ടെ, നല്ല രസകര സാധനം. അല്ല, അത് വേറൊരു സൈക്കോളജി ഉണ്ട്. ഇപ്പോ ആസ് എ മെജീഷ്യൻ ഞാൻ എന്തും ചെയ്യും, ആളുകൾ എന്നിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കും. അതെ അതെ. ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ വരുന്നു, അങ്ങനെയാണ് അതിന്റെ മേധാവി. നിങ്ങളെ കൊണ്ടൊരു മാജിക് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന അത്രയും ആളുകൾ അത് മറക്കില്ല. കാരണം ഞാനൊരു മജീഷ്യനാണ്, ഞാൻ എന്തും ചെയ്യും. ഇപ്പൊ അണ്ണം പഠിപ്പിക്കുന്ന ഒരു സെന്ററിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ വന്ന് നിങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് മാജിക് ചെയ്യിപ്പിക്കുമ്പോൾ അത്രയും ആളുകളുടെ തലയിലേക്ക് ആ സാധനം കയറും. അതെ. അപ്പൊ മാജിക് വിത്ത് എ മിഷൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ലഹരി പിടിച്ച പ്രോഗ്രാമിന് നമ്മളെ എന്താണ് ബഹുമാനപ്പെട്ട ഇർഷാദ് സാറ് ഉൾപ്പെടെ, ഇർഷാദ് സാറ് ഉൾപ്പെടെ, സാർ ആദ്യമായിട്ട് ലഹരിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്റെയാണ്. അപ്പൊ സാർ ഉൾപ്പെടെ ഒരുപാട് പേര് വരാൻ ഇതായി. കോമഡി എന്നല്ല, അണ്ണന്റെ വിശേഷം പറഞ്ഞു ഇത് എന്തെങ്കിലും വന്നു. ഓക്കെ. അപ്പോ അടുത്തത് ചോദിക്കുന്നത്, അപ്പോ സ്റ്റേറ്റ് അവാർഡ്, അങ്ങനെ സ്റ്റേറ്റ് അവാർഡിന് ശേഷം, അതായത് ഇപ്പൊ ഈ ഇത്രയും കാലത്തിന് ഏറ്റവും സംതൃപ്തി തന്ന നാടകം ഏതായിരുന്നു? എനിക്ക് എഴുതിയ നാടകങ്ങളൊക്കെ സംതൃപ്തനാണ്. പക്ഷെ അത് ആ എല്ലാ നാടകങ്ങളും പ്രേക്ഷകർ സ്വീകരിക്കണമെന്നില്ല. തീർച്ചയായും. ഇപ്പം എന്നെ കുറിച്ച് പറയുന്നത് ചിന്നപ്പാപ്പാൻ എന്നാണ്. ഒരൊറ്റ നാടകം കൊണ്ട് അടയാളപ്പെടുത്തിയ ആളാണ് ഞാൻ. പക്ഷെ ഞാനിപ്പോഴും പറയും, ചിന്നപ്പാപ്പാൻ രചനാപരമായിട്ടും മഹത്തരമായ നാടകം ചിന്നപ്പാപ്പാനൊന്നും അല്ല. അതിന് നാടകത്തിന് വേറെ ചില ഘടകങ്ങൾ കൂടിയോ നാടകത്തിനുണ്ട്. നാടകത്തിന്റെ മിടുക്കൊണ്ട് നാടകം ഹിറ്റാവുന്നില്ലല്ലോ. അപ്പൊ അതിന് അന്ന് ആ നാടകം അഭിനയിച്ചത് കണ്ണൂർ വാസു വിളിച്ചേട്ടൻ, ഇപ്പോഴത്തെ സിനിമാ താരം സേതുലം ചേച്ചി, കിഷോർ, പിന്നെ തെങ്ങങ്കോട് മോഹനൻ, കിഷോർ ഒക്കെ നാടകം അഭിനയിച്ചത്. 2 വർഷം കഴിഞ്ഞപ്പോ അത് ബിസ്മി അഭിനയിച്ചു. അപാരം 2 വർഷം വാസുദേവൻ കളിച്ച് 3-ാം വർഷം കളിച്ചപ്പോഴാണ് ബിസ്മിയൊക്കെ നാടകം അഭിനയിച്ചത്. എത്ര വർഷം കളിച്ചു ചിന്നപ്പാപ്പ? എനിക്ക് തോന്നുന്നു ഒരു 10,500 പേര് കളിച്ചിട്ടുണ്ടാവും നാടകം. കാരണം ഇവിടെ തന്നെ 4 വർഷം കളിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് കോഴിക്കോട് വടകര സഭ എന്ന് പറയുന്ന സമിതി ഒരു 3-4 വർഷം കളിച്ചു. ഇപ്പോഴും വയനാട് ഏതൊരു സമിതിയാണ് കളിക്കുകയാണ്. ഞാൻ എനിക്ക് അറിവ് കിട്ടി, ഞാൻ കളിയാൻ പറഞ്ഞു. ഇപ്പൊ കളിച്ചോട്ടെ എന്നുള്ളതാണ് കൊടുത്തത്. അങ്ങനെ ഇളയരാജയുടെ സ്വഭാവമുണ്ടോ? റോയൽറ്റി ഒക്കെ ചിലപ്പോൾ കിട്ടും. ഞാൻ പിന്നെ ഈ ഒരു കാര്യത്തിലൊന്നും അത്ര കളിക്കട്ടെ. ചില വാക്കുകള്, ചില വ്യക്തികള് ഒക്കെ നമ്മളെ സ്വാധീനിക്കപ്പെടും. അപ്പൊ അങ്ങനെ സ്വാധീനിക്കപ്പെട്ടത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ പരാജയപ്പെടുന്നത്. എക്സാക്ട്ലി. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് സംസാരത്തിന്റെ ഇടയിൽ ഇപ്പൊ പറഞ്ഞ വാക്ക്. ചില നമ്മളെ സ്വാധീനിക്കപ്പെടും. ഞാനൊരു കാര്യത്തിൽ കിട്ടണം എന്ന് അധികം വാശി പിടിക്കാറില്ല. കാരണം എനിക്ക് തോന്നുന്നത്, എനിക്ക് നാടക സംഘടനയിൽ പലരും കാശ് തരാറുണ്ട്. ഇപ്പോഴും ഞാൻ കണ്ട ചോദിക്കത്തില്ല, ഇല്ല. ഞാൻ ആ സൗഹൃദം നിൽക്കും. ഈ നമ്മള് കടം കൊടുത്തവൻ ഓർത്തില്ലെങ്കിലും കടം വാങ്ങിയവൻ ഓർക്കണം. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അനുഭവമുള്ളൊരു വാക്കിതാണ്. കാരണം പലരുടെ കയ്യിൽ നിന്നും പലരും വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സ്കൂൾ തലം മുതൽ, കാരണം ഞാൻ ആദ്യമായിട്ട് എനിക്ക് മാജിക് ചെയ്ത് കിട്ടുന്ന പ്രതിഫലം 50 രൂപയാണ്. കൈരളിയുടെ ഒരു കറുത്ത സിബുള്ള ബിഗ് ഷോപ്പറിൽ, ഒരു ബിഗ് ഷോപ്പറിൽ ആദ്യമായി, പിന്നെ 2 ബിഗ് ഷോപ്പറിൽ ബസ്സിൽ കയറി പോയിട്ട് ഈ കൈ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റ് വെച്ചു. ഞാൻ റേറ്റ് പറഞ്ഞു പോയി 280 രൂപയ്ക്കാണ്. ഒരു റേറ്റ് പറഞ്ഞു പോയി 280 രൂപയ്ക്കാണ്. പക്ഷെ അവിടെ നിങ്ങോട്ട് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വരെയൊക്കെ ചെയ്തു. പലരും വന്ന് സ്കൂൾ സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. കാര്യം പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ആദ്യം പൈസ കൊണ്ട് കൊടുക്കുന്നത് മമ്മിയുടെ കയ്യില്ല, പിന്നെ മമ്മിയുടെ നിന്നാണ് വാങ്ങുന്നത്. അത്യാവശ്യം കയ്യിൽ പൈസ ഉണ്ട്. കളയപ്പത്തിന്റെ പഞ്ചാര മിഠായി ഇതൊക്കെ തിന്നാൻ പൈസ ഉണ്ട്. ആ സമയം മുതൽ കടം വാങ്ങിയ പലരും ഉണ്ട്. പക്ഷെ ഇന്ന് അവർക്ക് എന്നെ കാണുമ്പോൾ ചെറുത്താൻ കുറിച്ച് കാണുന്ന കണക്കാണ്. എന്നാൽ ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഹാരിസ് നീ ചെയ്യുന്നതല്ല, നീയാണൊരു മാജിക്. എന്ത് പറ്റി? സാധാരണ ആരെങ്കിലും തരാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ അങ്ങ് പോകും. നീ കണ്ടില്ലെങ്കിൽ കൈയടിച്ച് വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. അപ്പോ എന്തായാലും ഒരു സല്ലാപം എന്ന നിലയിൽ ഇനി മനസ്സിലുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഈ പ്രോജക്റ്റ് ഒത്തിരി ഉണ്ട് മനസ്സിൽ. നാടകങ്ങളുടെ നമ്മൾ ഇന്നൊരു നാടകം എഴുതണം എന്നും പറഞ്ഞ് പേപ്പറും പേനെടുത്ത് അതിനെ എഴുതാൻ പറ്റില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അറിയാം, മനസ്സിലായിട്ട് വളർത്തുകയാണ്. ഇങ്ങനെ നാടകം എഴുതണം, അങ്ങനെ നാടകം എഴുതണം. അത് എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ല പെട്ടെന്ന് ഒരു നാടകം എഴുതാൻ എന്നെ കൂടി പറ്റും. പക്ഷെ ഞാൻ അത്രയും ഈ മനസ്സിൽ വച്ചിരിക്കുന്നുണ്ട്. 2 ദിവസം ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടും. എനിക്കൊരു 12-15 ദിവസം ഒരു നാടകം എടുത്ത് വെക്കാൻ. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പല സ്ഥലത്തും പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ
പല സ്റ്റേജ് ആർട്ടിസ്റ്റുമായിട്ടൊക്കെ നമ്മൾ നേരിട്ട് കാണും, പലരെ പരിചയപ്പെടും. ഇപ്പൊ ഇടവെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇടവ ബഷീറിനെ കുറിച്ചാണ്. അതെ അതെ ബഷീർമാർക്ക് ചോദിക്കും. പിന്നെ പിന്നെ വന്ന് മെല്ലോയി ചോദിക്കും. വച്ചിട്ടാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് അവിടെ ഒരു മെല്ലോ സൗണ്ട് ഉണ്ട്, അതെ അതെ മെല്ലോയി ചോദിക്കും. പിന്നെ അവിടെ നിന്ന് അണ്ണനെ ചോദിക്കും. എന്റെ പേരിന് സ്ഥലപ്പേരില്ലല്ലോ. അതെ, വി ആർ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ. അതെ, അതെ, ഇപ്പൊ ഇടവ ബഷീർ കവച്ചെന്നൊക്കെ ഇടവ എന്നെ കുറിച്ച് അറിഞ്ഞപ്പെട്ടാലേ അതെ, ഇടവക്കാരാണ് അറിയാന്. അതെ. ഇപ്പൊ വെങ്കുളം ദിവാരേട്ടൻ, വെങ്കുളം ദിവാൻ, വെങ്കുളം ബാലൻ, ആ പേരിന്റെ അത് ഉണ്ടാണ്ടാണ് ഞാനന്ന്. കൂടി ഉള്ളതുകൊണ്ട് നമുക്കും ഒരു പ്രൗഢാണ്, നാടിനും ഒരു. അതെ 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 അതെ. അപ്പൊ അങ്ങനെ പലരും പല സ്റ്റേജ് ആർട്ടിസ്റ്റുകളുമായും സാങ്കേതിക പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുന്ന അവസ്ഥയിൽ ആ വേളയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു വർഷം കൊണ്ട് എത്ര 12 നാടകമോ 10 നാടകമോ, അങ്ങനെ ഒരു വർഷം 8 നാടകം 8 നാടകം. കൂടുതലെണ്ണം എന്നുള്ളത് കിടപ്പുണ്ട്. 8 നാടകമാണ്. പിന്നെ 4, 3, 5 അങ്ങനെയൊക്കെ. ഞാൻ അഭിനയിക്കാൻ കൂടെ പോകുന്നുണ്ട്. ഒരുപാട് നാൾ എഴുതാനും വിളിക്കാനും പറ്റില്ല. പിന്നെ വേണ്ട, കുറച്ച് എഴുതിയാൽ മതി. പിന്നെ മാത്രമല്ല ഈ പിന്നെ അങ്ങനെ വലിയ സമിതികൾ അങ്ങനെ എന്നെ വിളിച്ചിട്ടുമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അത് നമുക്കൊരു ഇടത്തരം സമിതികൾ ഒക്കെ ഉണ്ട്. അല്ലെ എന്റെ നാടകത്തിന് ഒരുപാട് ലക്ഷങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടക സംവിധാനമല്ല, ഇടയ്ക്ക് നാടകത്തൊന്നല്ല. മിതമായ പരിധിക്കുള്ള നാടകം ഇറക്കുക, നന്നായിരിക്കണം. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഇടത്തരക്കാരൻ്റെ കഥ പറയണം, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കഥ പറയണം. സ്റ്റേജിന്റെ മുന്നിൽ വന്നിരിക്കുന്നവനത് മനസ്സിലാവണം എന്താണ് പറയുന്നതെന്ന്. വിവിധ ഇവിടുത്തെ ഹൈ സൊസൈറ്റി ജീവിക്കുന്നവരൊന്നും അമ്പലപ്പറമ്പിലോ ഈ പള്ളിപ്പോ നാടകം കാണാൻ വരാറില്ല. നാടകം കാണാൻ പറയുന്നത് സാധാരണക്കാരനും കൂലിപ്പണിക്കാരനുമാണ്. അവർക്ക് നാടകം മനസ്സിലാവണം. അവരെ മനസ്സിൽ തോന്നണം ഇത് എന്റെ കഥയല്ലേ, അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തുള്ളവന്റെ കഥയല്ലേ, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന സുഹൃത്തിന്റെ കഥയല്ലേ എന്ന് അവന് തോന്നിയാൽ ആ നാടകം വിജയിച്ചു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ നാടകങ്ങൾ എടുത്താൽ പക്ഷേ മനസ്സിലാവും. വലിയ ഹൈ ഫാമിലിയുടെയോ അല്ലെങ്കിൽ രാജ്യാന്തരമുള്ള കഥ ഞാൻ എടുക്കാറില്ല. ഞാനൊരു സാധാരണക്കാരനാണ്, കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആള്. ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ആളും എഴുത്തുകാരനെ പഠിപ്പിക്കുന്നു. അപ്പൊ അത്ര അനുഭവമുള്ള ആളാണെന്ന് എനിക്ക് അത്തരം കഥകളെ വഴങ്ങത്തുള്ളൂ. അത് എപ്പോഴും പറയും. ഞാൻ അങ്ങനെ അല്ലാതെ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. സാധാരണക്കാരൻ്റെ കഥ പറയണം, എൻ്റെ നാടകത്തിൽ അങ്ങനെ ഒരു ആൾ വേണം. എൻ്റെ നാടകത്തിലെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടുകാരാണ്. അത് അവർക്കുള്ള അറിഞ്ഞൂടാ. അപ്പൊ നമ്മളത് ചെയ്ത് വേറെ കാക്കുന്നേ ഉള്ളൂ. എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട് നാടകം പെട്ടെന്ന് മനസ്സിലാവണം, പ്രേക്ഷകർ മനസ്സിലാവണം എന്താണ് ഇതിന്റെ കഥ. പിന്നെ എന്തെങ്കിലും ഒരു ഗുണപാഠം ആ നാടകത്തിൽ ഉണ്ടാവണം. ഏത് വിധത്തിലാണ്, ഏത് കഥ എടുത്താലും ഒരാൾക്ക് അല്ലെ 100 പേരിൽ ഒരാൾ മനസ്സിലാക്കിയാൽ മതി. 99 പേര് കാണണമെന്നില്ല, ഒരാൾ കാണാം എന്താണ് കഥ എന്ന് പറഞ്ഞാൽ ആ നാടകത്തിന് ഈ സംവിധാനം ഒക്കെ വിജയമാണല്ലോ. അത് അങ്ങനെയാണ്. ഞാനും അനന്തമായിട്ട് പല കാര്യങ്ങളും മാനസികമായിട്ട് പൊരുത്തമുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. കാരണം ഞാൻ പലപ്പോഴും ബോധവൽക്കരണ മാജിക്കുകൾ ചെയ്യുമ്പോൾ, ലഹരി വിരുദ്ധ മാജിക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും എന്നെ വിളിച്ചു ചോദിക്കും, നിനക്ക് ആ ജോലിയൊന്നുമില്ല, നീ എന്തിനാണ് ഇങ്ങനെ ലഹരി വിരുദ്ധ പ്രവർത്തനമായിട്ട് നടക്കുന്നത്, നീ ഇങ്ങനെ മാജിക് അല്ലാതെ സ്റ്റേജ് ചെയ്തുകൂടെ? ഞാൻ അവരോട് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും ഇതിന് മാറും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരാളെങ്കിലും ഇതിനെതിരെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് എന്റെ വിജയം, അതാണ് മാറ്റവും. ഇപ്പോഴത്തെ ഒരു പ്രൊഫഷണൽ നാടകരംഗം മുൻകാലങ്ങളിലുള്ള ഒരു നാടകരംഗവും തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്താവും. ഇപ്പം പലരും പറയുന്നത് നാടക സിനിമ പോലെ ആകണം എന്നാണ്. നാടക സഞ്ചാരം വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ നാടകത്തില് ഞാൻ ചെയ്ത നാടകത്തിലൊക്കെ ഉണ്ട് 8, 9, 10 കർട്ടനുകൾ നാടകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒറ്റ സെറ്റായിരിക്കും നാടകത്തിനല്ലേ. എത്രയോ മഹത്തരമായ നാടകങ്ങൾ ഒറ്റ സെറ്റാണ്. പക്ഷെ ഇപ്പം അതല്ല. ആ ഒരു വ്യത്യാസം നാടകത്തിൽ കാണുന്നുണ്ട്. നാടകത്തിൽ സാങ്കേതികത്വം ഒരു ലൈറ്റിന്റെ കാര്യത്തിലായാലും സംവിധാന രീതിയിലായാലും ശരി, ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലായാലും ശരി, രംഗപടത്തിന്റെ കാര്യത്തിലായാലും ശരി, ഒരുപാട് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വരുന്നുകൊണ്ടിരിക്കുന്നു. കുറെ പേർക്ക് അത് ഇഷ്ടപ്പെടാം. പിന്നെ ഈ ആരെങ്കിലും കൗതുകം വേണം. പക്ഷെ കൗതുകം ഇപ്പം ഈ കട്ടനൊക്കെ ഒരുപാട് കൗതുകം കൂടിപ്പോയി എന്നൊരു സംശയം. അത് ചില നാടകങ്ങൾക്ക് അത് ആവശ്യമാണ്, അതങ്ങനെ ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഒരുപാട് സീനോട് എഴുതാൻ എളുപ്പമാണ്. ഒരുപാട് സിനിമ പോലെ സീനല്ലേ, ഒരു 10 സിനിമയ്ക്ക് 10 സീൻ എഴുതുമ്പോൾ അങ്ങനെ 10 തലങ്ങളിലേക്ക് പോകും. അങ്ങനെ ആവാം. ചില നാടകങ്ങൾ അങ്ങനെ ആവാം. പിന്നെ ഇപ്പൊ നാടകങ്ങൾ കളർഫുള്ളാണ്, ഇറങ്ങുന്ന നാടകങ്ങളെല്ലാം മിക്കതും കളർഫുള്ളാണ്. എങ്ങനെ ആയാലും എനിക്ക് തോന്നുന്നത് നാടകങ്ങൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ 50 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതൽ. അല്ലാതെ വരുന്നത് കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ നല്ല കൊച്ചു പെൺകുട്ടികളും നല്ല യുവാക്കളൊക്കെ ഈ നാടക ലോകത്തേക്ക് കടന്നു വരുന്നുണ്ട്. പലർക്കും അറിയാം, മുൻകാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് കൊച്ചെന്ന് ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ നാടകത്തിലേക്ക് വരാൻ മടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അത് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉണ്ട്.
ഒത്തിരി ടാലന്റുള്ള സ്കൂൾ നാടകം കളിച്ച് പരിചയമുള്ള നല്ല പെൺകുട്ടികളും യുവാക്കളൊക്കെ നാടകത്തിൽ അതൊരു നല്ല സൂചനയാണ്. അപ്പോൾ 100-ൽ ഒരാളെങ്കിലും നാടകം സ്നേഹിക്കുന്നുണ്ട്, ഇതിൽ അഭിനയിക്കണം ധാരണയിൽ വരുന്നുണ്ടല്ലോ. ഇപ്പം അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇത് എൻ്റെ 2 നാടകങ്ങളിൽ 2 പെൺകുട്ടികൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ. അതൊരു മാറ്റം തന്നെയാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രേക്ഷകരുടെ എണ്ണവും കൂടുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ യുവാക്കളുടെ എണ്ണം സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഇത് നാടകമാണ്, നമ്മൾ കാണാതെ പഠിച്ച് പറയുന്നതാണ്, അല്ല സിനിമയല്ലല്ലോ. റീടേക്കില്ലാതെ പോകുന്ന ഒരു സമ്പ്രദായമാണ്. ചിലപ്പോൾ നമ്മളൊരു നാടകത്തിൽ മനുഷ്യരാണ്, പല ഡയലോഗ് തെറ്റും, പാചകങ്ങൾ തെറ്റും, ചിലപ്പോൾ ഒന്ന് കയറി വരാൻ ഒരു സെക്കൻഡ് താമസിക്കും. ഇതൊക്കെ മനുഷ്യരാണ്. ഇതൊരു ബോധം ഈ പ്രേക്ഷകരോട് തോന്നണം. എത്രയോ 10-20 ദിവസം ക്യാമ്പിൽ കിടന്ന് സംവിധായകൻ്റെ പരിശീലനത്തിൽ പഠിച്ച് എടുത്ത് കാണാൻ തെറ്റും. ഞാൻ എപ്പോഴും പറയും, പിന്നെ നാൾ ഉദ്ഘാടനം കഴിഞ്ഞു നടൻ പോരാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. കാരണം ഒരു ദിവസം കൊണ്ട് ഒരു അവതരണം കൊണ്ട് നടണമെന്നില്ല. അത് കുറേ നാടകങ്ങളാണ് അവൻ അവതരിപ്പിക്കപ്പെടണം. അപ്പോഴാണ് അവൻ്റെ നാടകം മനസ്സിലാവുന്നത്. എപ്പോഴാണ് അവൻ്റെ വാചകങ്ങൾ കാണാതെ പഠിച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ് അവൻ്റെ കയ്യിലുള്ള മനോധർമ്മം പുറത്തു വരുന്നത്. അപ്പോഴാണ് അവന് നേരെ അങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആരെങ്കിലും ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പുള്ളി ഇതാണ് എൻ്റെ ഡ്യൂട്ടി, ഇതാണ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഒരു ദിവസം കൊണ്ട് കയറി പഠിക്കാൻ പ്രൊഫഷണൽ അങ്ങനെയാണല്ലോ. ഇന്നും ഇങ്ങനെ ചെയ്തു, നാളത് മാറ്റി ചെയ്ത് നോക്കാം, അങ്ങനെ ഒരു പരീക്ഷ ഉണ്ടല്ലോ മക്കളുടെ. അപ്പം അത് മോശം. അടുത്ത ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം, നന്നായിരിക്കും. അങ്ങനെ പരീക്ഷണങ്ങൾ നാടകത്തിൽ നടക്കുന്നുണ്ട്. ഒത്തിരി നല്ല നടന്മാരുണ്ട്, നടികളൊക്കെ ഉണ്ട്. പലരും പിന്നെ ഇപ്പം അധികം നല്ല ശമ്പളമുണ്ട്. നല്ല നാടകം കളിച്ചാൽ അതുകൊണ്ട് ജീവിക്കാനാണെങ്കിൽ അതുപോലെയല്ല. മുൻകാലങ്ങളിൽ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളങ്ങൾ കിട്ടുന്ന നാടക പ്രവർത്തകർക്ക് ഇന്ന് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ശമ്പളമുണ്ട്, ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെ. ഈ നമ്മുടെ നാടിന്റെ ഒരു കലാപാരമ്പര്യം എങ്ങനെയൊക്കെ അണ്ണനെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അണ്ണനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? വെങ്കുളത്ത് എനിക്ക് ഇവിടെ നാടകത്തുണ്ട്. അടുത്ത വെങ്കുളം ജയകുമാറണ്ണൻ ഒത്തിരി നാടകങ്ങൾ എഴുതി, ഇപ്പോഴും എഴുതുന്നുണ്ട്. സ്റ്റേജിൻ്റെക്ക് ഒരു നാടകം എഴുതിയ അണ്ണനാണ്. പിന്നെ എഴുതിയിട്ടുണ്ട്. ഗുരുപൂജ കഴിഞ്ഞ വർഷം ഗുരുപൂജ വെങ്കുളത്താണല്ലോ, നാട്ടുകാരനാണ്. സഭയുടെ അണ്ണായിട്ടുള്ള ബന്ധം നമുക്കുണ്ടല്ലോ. നമ്മൾ അവസാനം കളിക്കും, അണ്ണ പ്രൊഫഷണൽ കൃത്താണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിന്നെ വേറെ ആണ് വെങ്കുളം ശ്രീധരൻ എന്ന് പറഞ്ഞൊരു എഴുത്താറുണ്ടായിരുന്നു ഇവിടെ, വെങ്കുളം ശ്രീധരൻ. ഇവിടെയല്ല താമസിക്കുന്നത്. ഇപ്പം പുള്ളി കല്ലുവലക്ക ഭാഗത്ത് ഇവിടെയാണ്, സ്ഥലം ഓർമ്മയില്ല. അപ്പം അവർ നാടകം എഴുതുമായിരുന്നു. അപ്പോൾ ഒത്തിരി നാടകം, രഞ്ജിനി തിയേറ്റേഴ്സ്, ഫ്രണ്ട്സ് തിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ വെങ്കുളത്ത് കുറേ സമുദ്രം ഉണ്ടായിരുന്നു. അപ്പം അവർ അമച്ച നാടകത്തിൻ്റെ പല ടീമുകളാണ്, 1-2 ടീമുണ്ടായിരുന്നു വെങ്കുളത്ത്. ഇപ്പോഴും അന്ന് അഭിനയിച്ചവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കുറേ കലാകാരന്മാർ, നമ്മൾ കണ്ട 60-70 വയസ്സ കലാകാരന്മാർ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ അവരുടെ പ്രചോദനമാണ്. മാത്രമല്ല പിന്നെ ഇവിടെ ഒത്തിരി കലാകാരന്മാരുണ്ട്. നമ്മളെ വെങ്കുളം കീബോർഡ് പ്രദീപിന്റെ അച്ഛൻ ഒരു ഭാഗവതർ, വിശ്വനാഥൻ ഭാഗവതർ, കാതിക വെങ്കുളം ബേബി ഗിരിജ, ഓട്ടത്തിലുള്ള കലാകാരൻ വെങ്കുളം സ്വാമിനാഥൻ. അപ്പൊ ഇതിനേക്കാൾ മുമ്പ് ഈ വെങ്കുളം എന്ന പേര് ആദ്യം പറഞ്ഞത് വെങ്കുളം പരമേശ്വർ സാറാണ്, യോഗ ക്ലാസ്. അദ്ദേഹമാണ് വെങ്കുളത്തിന്റെ പേര് ആദ്യം പുറത്തെത്തിച്ചത്. അതിനുശേഷമാണ് ബാക്കിയുള്ള വെങ്കുളം ചേർത്ത് തുടങ്ങിയത്. വെങ്കുളം പരമേശ്വരൻ വിവേകാനന്ദ സംഘടനശാലയുടെ സ്ഥാപകം പോലും പുള്ളിയാണ്. അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹമാണ്. ഒത്തിരി യോഗയെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയ ആള് അദ്ദേഹമാണ്. വെങ്കുളം എന്ന പേര് ആദ്യം വെച്ചു കൊടുത്തത്. അതിനുശേഷമുള്ള വാക്കുകളും ഏറ്റെടുത്ത് വെച്ചെടുക്കുന്നത്. പൊതുവെ ഒരുപാട് നാടക മേഖലയാണ്, ഒരുപാട് നാടകക്കാരുടെ ഒരു സ്ഥലമാണ് വെങ്കുളം എന്ന് പറയുന്നത്. നാടകത്തിലെയും നാടകക്കാരെയും നാടക പ്രവർത്തകരെയും ഒക്കെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വലിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വെങ്കുളത്ത് വരുന്ന ആളുകൾ അവരുടെ മറക്കാനാവാത്ത വേദികളിൽ ഒന്ന് നമ്മുടെ നാട്ടിലെ വേദികളായിരിക്കും എന്ന് പറയും ആളുകളുടെ. കാരണം നാടകം കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ റിവ്യൂവിനെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട്. അതെ. നിങ്ങളുടെ നാട്ടില് ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, അകത്തോട്ട് കയറി പോകുമ്പോ മങ്ങാട്ടേരെന്ന് പറയുന്നു, ഇവിടെ മംഗലശ്ശേരി ക്ഷേത്രം, അങ്ങനെ പറഞ്ഞു അന്നാട്ടിട്ട് കരയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അവിടെ വന്ന് നാടകം കളിച്ചിട്ട് ഇറങ്ങുമ്പോ ചില ആൾക്കാർ വന്നിട്ട് അതിനെപ്പറ്റി വിശകലനം ഒരുപാട് ബോറടിച്ച് പറയാതെ കൊള്ളാന്ന് പറയും. നാടകത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിശകലനം പറഞ്ഞിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രേക്ഷകരാണ്. കാരണം എല്ലാവരും നാടകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈ പറയാൻ പറ്റുന്നവർക്ക് നാടകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് കൂടുതൽ.
നാടക പ്രവർത്തകരെല്ലാം സിനിമ സീരിയൽ രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നോക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. അതെ. അങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ വന്നിട്ടുണ്ടോ? എന്താണ് ആ ഒരു മേഖലയെ പറ്റിയുള്ളത്? ഒന്ന് രണ്ട് സിനിമ എഴുതിയതാണ്, അവസരം കിട്ടിയില്ല. ഒരു പടം ഷൂട്ടിങ് ഒരാഴ്ച മുടങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഒരു പടം തല വെച്ചു, നടന്നില്ല. ഇപ്പൊ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്, ചിലപ്പോൾ നടക്കും. സിനിമയാണ്. ഗോഡ് ഫാദർ ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യും, ഉറപ്പില്ലാത്തതാണ്, നടക്കും. പിന്നെ സീരിയല് ഞാനിപ്പോ അഭിനയിക്കുന്നുണ്ട്. സൂര്യ ടി വിയിലെ കളിവീട് എന്ന് പറയുന്ന പരമ്പര ഒരു വക്കീൽ വേഷം ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ തുറന്നാൽ കാണാൻ പറ്റും, വല്ലപ്പോഴൊക്കെ അല്ല മിനി മരുന്നൊക്കെ പോവും. അതൊക്കെ പഠിക്കണം നമ്മൾ, അത് അഭിനയമാണ്, അത് പഠിക്കണം. പിന്നെ നാടകങ്ങളൊക്കെ ചെയ്യണം, എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ക്ലാസ്സുകളിലൊക്കെ എഴുതണം, അല്ലെങ്കിൽ ഒരു സിനിമ എഴുതണം ഒക്കെ. നമുക്ക് കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടെ വേണം. ഭാഗ്യം മാത്രമല്ല, ഒരു വഴികാട്ടിയാവാൻ, പൊക്കാനൊരു പിന്നിൽ നിന്ന് താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ, നമ്മൾ 12ാം പടി കയറുമ്പോൾ പിന്നെ ഒരാൾ താങ്ങാനുണ്ടെങ്കിൽ പടി നമ്മൾ പെട്ടെന്ന് കയറി 10 മാസം അടുത്തെത്തും. ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആച്ച കയറാൻ പറ്റും. പക്ഷെ അവിടെ എത്താനുള്ളൊരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, എല്ലാം ദൈവത്തിന്റെ കാര്യമാണ്. നമ്മൾ അങ്ങനത്തെ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എഴുതും, നീ എഴുതൂല. അങ്ങനെയാണല്ലോ എല്ലാ മനുഷ്യ ജീവിതത്തിൽ കാര്യമാണ്. ഇന്നതിൽ എത്തണം എന്നൊരു വിധി മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ എത്തും. ഇല്ല നമ്മളിങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഫാമിലിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഫാമിലി ഭാര്യയുണ്ട്, വത്സല എന്നാണ് പേര്. അംഗൻവാടി ടീച്ചറാണ്. 2 മക്കള്, അമ്മു അപ്പുവും. അമ്മോള് BSc നഴ്സിംഗ് ആണ്, വിവാഹിതയാണ്, ചെങ്ങന്നൂരാണ് താമസം. മരുമകൻ കിച്ചു പ്രവാസിയാണ്. മോൻ അപ്പു തിരുവനന്തപുരത്ത് വിസ്മയയിലെ അധ്യാപകനാണ്. അനിമേഷൻ MSc ആണ്. ഒക്കെയാണ് കുടുംബം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ഒരു കുഞ്ഞു വീഡിയോയാണ്, വലിയ ആർഭാടങ്ങളോ അവകാശവാദങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ കുഞ്ഞായി ഞങ്ങൾ രണ്ടുപേരുടെ സൗഹൃദ സംഭാഷണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാത്തിനും നന്ദി, സന്തോഷം. താങ്ക് യു.